ഇത് അവർ കയറി വരുന്നുണ്ടോ പുല്ലിനിടയിൽ നിന്ന്. എനിക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ പോലും പറ്റുന്നില്ല, അത്രത്തോളം ഡെൻസ്. അതെ, വീഴാതെ ഗർത്തങ്ങളുണ്ട്. ഇങ്ങോട്ട് വാ, പതുക്കെ ഉണ്ടോ പുല്ല് വകഞ്ഞ് മാറ്റിയാ വരുന്നത്. അയ്യോ നിൽക്കി കുഴി നമുക്ക് അങ്ങോട്ട് വലത്തോട്ട് കയറിക്കാം. നിങ്ങൾ പറ്റുമോ? പതുക്കെ പൊക്കോ. ശ്രദ്ധിച്ചേ. കയറാൻ വരുന്നുണ്ടോ? അമ്മ മൊത്തം ഞാനൊരു കുഴി പോയി വീഴുമായിരുന്നു. കയറിയോ? അതെ, സൂപ്പർ വഴി. ഞാൻ അതാ പറഞ്ഞ ഇതേ കയറാന്ന്, ഇതേ ഫീലുള്ളൂ. അയ്യോ ഉണ്ടോ? ഈ വഴി മിസ് ചെയ്യില്ലായിരുന്നോ? പിന്നെയും പുൽമേട്ടിലെത്തി. മൊത്തം പുൽമേടാ. അത് വലിയ വലിയ പാർക്കെല്ലാം ഉണ്ട്, ഗർത്തങ്ങളുണ്ട്. അപ്പം നമ്മൾ നോക്കി വരണം, അല്ലെങ്കിൽ അതിനിടയിൽ പെട്ടു. നമുക്ക് കയറേണ്ടത് ആ മലയുടെ മുകളിലാണ് കേട്ടോ. അതിന് മുന്നേ ഈ ഒരു എഡ്ജ്, അതെ ആ പാറയുടെ നമ്മൾ അതിൻ്റെ മുകളിലെത്തും. ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊന്നും കയറാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് പോയിട്ട് അതൊരു കയറി വരാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് നമുക്ക് കയറാൻ പറ്റില്ല, അത്രയും ഉയരമുണ്ട് അതിന്. ഓക്കെ, ഞങ്ങൾ നല്ല ഒരു സുന്ദരമായ വ്യൂ പോയിന്റിലോട്ടോ പോകുന്നത്. ആ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ആ സ്ഥലത്തിന്. അത് ഞാൻ മുകളിൽ പോട്ടെ പറഞ്ഞുതരാം. അമ്പ വൈകുന്നേരത്തെ വെയിൽ കളർ എങ്ങനെയുണ്ട്, ഫീലല്ലേ? ക്ലാസ്. ഓക്കെ, അവർ ആ സൈഡിൽ കൂടെ കയറുന്നു, ഞാനിങ്ങനെ കയറി. കണ്ടോ, ഒരു മല എടുക്കണം കേട്ടോ. അത് അപ്പുറത്തെ ഉയരമുള്ള മല, ഞങ്ങൾ നിൽക്കുന്നത് ഉയരമുള്ളൊരു മല ഉണ്ടോ, ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. സൂര്യ ഒരുപാട് മുകളില്ല, സൺസെറ്റിന് ഒരുപാട് സമയമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ ഒരു ടൗൺ കാണുന്നില്ലേ, ഭൂതപ്പാണ്ടി, അതാണ് പഴയ തിരുവിതാംകൂറിൻ്റെ അതിർത്തി. അപ്പോൾ ഈ മലയുടെ അങ്ങറ്റം, ഇടത്തെ അറ്റമാണ് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം. അപ്പോൾ അവിടെ നിന്ന് രാജാവും അല്ലെങ്കിൽ മന്ത്രിമാരോ അന്നത്തെ അവരൊക്കെ ഈ താഴെ കാണുന്നില്ലേ, ആ ഒരു പാസിൽ കൂടെയാണ് ഇപ്പുറത്തെ ഭാഗത്തോട്ട് പോകുന്നത്, അതായത് പഴയ പാണ്ഡ്യ രാജ്യത്തിലേക്ക്. അപ്പോൾ അവിടെ മുക്കടൽ ഡാമുണ്ടല്ലോ, അവിടെ കുതിരലായമൊക്കെ ഇപ്പോഴും ഉണ്ട് ഡാമിനകത്ത്. അപ്പോൾ ആ ഒരു ഇത് അറിയാൻ പറ്റുന്നില്ലേ, ആ ഒരു മലയെടുക്ക് താഴെ, അങ്ങ് താഴെ നമുക്ക് തിരുവിതാംകൂറിൽ നെൽവേലുള്ളത് കാണാം. ഉണ്ടോ അങ്ങ് താഴെ ഒരു മൂടലുണ്ട്, കണ്ണുകൊണ്ട് കാണാം. വേളിമല റേഞ്ച് മൊത്തം കാണാം, സൂപ്പറാണ്. നല്ല കാറ്റാണ്, വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഇവിടെ തോട്ടത്ത് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, പക്ഷേ എനിക്ക് പറ്റിയില്ല, നല്ല കാറ്റാണ്. പറയുന്നത് കേൾക്കാൻ പറ്റുന്ന പോലും അറിയില്ല. ഇവിടെ മൊത്തം ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ശരിക്കും വന്ന് ഫീൽ ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ തിരുവനന്തപുരംകാർക്കൊക്കെ എളുപ്പമാണ് വരാൻ വേണ്ടിയിട്ട്. നമ്മൾ നാറൂൽ ബസ്സിൽ കയറി പാർവതിപുരത്ത് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ പൊഞ്ചസ്ലി കോളേജിൻ്റെ അതുവഴി ഒരു സിയോൺ ചർച്ചുണ്ട്, അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവിടും. അത് കഴിഞ്ഞൊരു നല്ല വഴിയുണ്ട് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി. പിന്നെ ശ്രദ്ധിക്കണം, പുൽമേടുള്ള ഭാഗത്തെത്തുമ്പോഴൊക്കെ വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉയർന്ന പാറകൾ, ഞാൻ ഇപ്പോൾ തട്ടി വീണതൊരു മരക്കുറ്റിയില്ല, അതുപോലെ ഈ ഗർത്തങ്ങളുണ്ട്, വലിയ വലിയ ഗർത്തങ്ങൾ, അതൊക്കെ നോക്കിയും കയറി വന്നാൽ ഞങ്ങൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഇനി ആ മല കയറണം. നല്ല വൈബ് കേട്ടോ വൈകുന്നേരം. സൂപ്പർ. ഞങ്ങൾ ഇത്ര നേരത്തെ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചില്ല, സൺസെറ്റ് കഴിയുമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളും ഒഴിവാക്കി പാഞ്ഞു വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഒഴിവാക്കി. പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. വീണ്ടും പുൽമേട്ടിൽ കൂടെ ഇറങ്ങുന്നത്, പുല്ല് മൊത്തം പുല്ല. ആ ഒരു ഫീൽ ഉണ്ടല്ലേ, സൂപ്പറാണ്. ഇനി ജനുവരിയിൽ വരണം, മിക്കവാറും 2-3 മാസം കൂടുമ്പം ഞങ്ങളിങ്ങോട്ട് വരാറുണ്ട്. ആരെങ്കിലും ഒരാൾ പറയും പോവാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രഞ്ജിത്ത്, അവൻ ഇങ്ങോട്ട് വിളിച്ചതാണ്. പക്ഷേ എനിക്കൊന്ന് വേറെ ആവശ്യമുള്ളത് കാരണം അവൻ്റെ ഫ്രണ്ടിനെയും കുട്ടി ഇങ്ങ് വന്നു, അല്ലെങ്കിൽ അന്നും എനിക്ക് വരാമായിരുന്നു. ഓക്കെ, പിന്നെയും അവർ പുൽമേട്ടിൽ ഡിസപ്പിയർ ആവുന്നു. ഇത് തന്നെയാണ് ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. ഇങ്ങനെ ഉയരമുള്ള പുൽമേട്ടിൽ കൂടെ നടക്കാം. ലെൻസൊക്കെ സ്ക്രാച്ച് ആവും. ഞാൻ ഉയർത്തി പിടിച്ച് അമ്മോ പാറ നോക്കുക കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം പാറകൾ കാണും, തട്ടി വീഴും. ഇതുവഴി നമുക്കങ്ങ് താഴെ ഇറങ്ങിപ്പോവാം. ഒരു ചരിവ, അവർ അങ്ങോട്ട് നടക്കുന്ന, അതെ ഞാൻ ജസ്റ്റ് ഈ ചരിവിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോവാം. അയ്യോ ഇറങ്ങി. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? കണ്ടോ, കുത്തനൊരു ചരിവ. നമുക്കിതിലേ വേണമെങ്കിൽ ഇറങ്ങി നാറൂൽ സൈഡ് പോകാം കേട്ടോ. റോഡിൻ്റെ നാറൂൽ സൈഡല്ല, ചുങ്കക്കട ഭാഗത്തോട്ട് പോകാം. പക്ഷേ ഒറ്റയ്ക്കൊന്നും പോയി ഇറങ്ങരുത്, കുത്തനെയാണ് കണ്ടോ. ഇവിടെ നിന്ന് ഞാനും അങ്ങോട്ട് പോകുന്നില്ല, അതെ കുത്തനെ താഴെ പോവാം. പോയാൽ ആ കോറയൊക്കെ ഉള്ള ഭാഗത്ത് എത്തും. അതുവഴി നമുക്കങ്ങ് താഴെ പോകാം കേട്ടോ. താഴെ വരാം. ആ കോറി ദൂരെ കാണുന്നുണ്ടോ? അത് മൊത്തം ഒന്നല്ല, ഇവിടെ 3-4 കരിങ്കൽ കോറികളുണ്ട്. ആ പത്മനാഭപുരത്തെ വയലുകളൊക്കെ കാണാം. ഓക്കെ, ഞാൻ തിരിച്ച് കയറുന്നതേ അവരങ്ങ് പോയി. അങ്ങനെയുണ്ട്? സൂപ്പറല്ലേ സ്ഥലം? എന്താ ഭംഗി. അവിടെ മൂണുണ്ട് കേട്ടോ, ചന്ദ്രൻ
ചന്ദ്രോദയമായി. അയ്യോ ഹാ ഞാൻ ഓടുന്നു. ഓക്കെ, അവരുടെ അടുത്ത് എത്താറായി. ഇനി മുകളിലെത്തണം, സൺസെറ്റ് കാണണം, തിരികെ ഇറങ്ങണം, പാഞ്ഞ് വീട്ടിലേക്ക് പോകണം. ഇന്ന് ഡിസംബർ 24. ഇവിടെ ഉയരം കുറഞ്ഞ പുല്ലുകളാണ് കേട്ടോ, മൊത്തം പൂക്കളുണ്ട് എല്ലാത്തിലും. അല്ല, നേരെയും കയറിക്കോ, കുഴപ്പമില്ല, ഇനി ഒന്നും നോക്കണ്ട, വീഴാതിരിക്കണം, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ വഴിയൊന്നുമില്ല, നമ്മളിങ്ങനെ അങ്ങ് കയറിപ്പോവും. രതീശൻ ഒരുപാട് മുന്നേ എത്തി. ഇനി വൈകാതെ സൺസെറ്റ് ആവും, സൺസെറ്റിനുള്ള സമയമാവാറായി. ഇതേ ഭാഗത്തൊക്കെ ഇരുട്ടായി, അപ്പുറത്തെ ഭാഗത്ത് മാത്രമേ വെയിലുള്ളൂ. ഭയം കയറി വാതില്ലേ, കുഴപ്പമില്ല. എന്നെ ആദ്യം കയറ്റി വിട്ട് അവർ കയറി വരുന്നുണ്ടോ, അല്പം പ്രയാസമുള്ളൊരു ഭാഗമാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വരില്ല, കയറില്ല. കുത്തനെയുള്ള ഭാഗം ഇല്ല, നമ്മളെത്തും മുകളിൽ, കുഴപ്പമില്ല. ഇല്ല, കയറി ഞാൻ പറയാം. ഇതേ സൺസെറ്റ് ആവാറായി കേട്ടോ, നിറമൊക്കെ മാറി. ഞങ്ങൾ പാഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ മിസ്സാവും. ഇങ്ങനെ കുത്തനെ കയറ്, വഴി നോക്കണ്ട, ഷോർട്ട് കട്ട്. ഞാൻ വീണാലും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്, നിങ്ങൾ സൺസെറ്റ് കണ്ടിട്ട് വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലാക്കിയാൽ മതി കേട്ടോ. അയ്യോ, ഇനി ഞാനങ്ങനെ കയറും. അയ്യോ, ഞാൻ സ്റ്റക്കായി. നിങ്ങൾ കയറി, ഞാൻ പുറകെ വരാം. കയറാൻ വരുന്നില്ല, എഴഞ്ഞ് കയറിക്കാതെ. അതെ, പോട്ടെ. രതീഷ് നല്ല രീതിയിൽ ഞാൻ മാറി, ഓടിപ്പോ. റൈറ്റിൽ കൂടെ കയറി എത്തിയ ടോപ്പായി. കയറുന്നുണ്ടോ അവരൊക്കെ? എനിക്കിതുപോലെ കയറണ്ടേ. ഞാൻ ഇനി ഇത് പോക്കറ്റ് ഇടട്ടെ ക്യാമറ, എന്നിട്ട് ഞാനും കയറണം. തളർന്ന് ഞാനിങ്ങനെ ഓടിപ്പാഞ്ഞ് കയറിയതാണ്. അവർ കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറട്ടെ. എന്തായാലും സൺസെറ്റ് കാണണം മുകളിൽ നിന്ന്. കുറച്ച് പ്രയാസമോ, ഇതിലേ കയറാൻ പറ്റൂ. തെന്നിക്കഴിഞ്ഞാൽ താഴെ വീഴും. ഉണ്ടോ, ചരിവ് കണ്ടോ? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാ. ആ പുല്ലിരിക്കുന്ന ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, അമ്പോ, ഓക്കെ. അയ്യോ, അവർ വരുന്നുണ്ടോ? അത്രയും താഴെ നിന്നോ? ടയർഡായി. ശരിക്കും ഇത് വഴിയല്ല, സ്ഥിരം പോകുന്ന വഴി അപ്പുറത്തെ ഭാഗത്തൂടെ. അത് കുറേ സമയമെടുക്കും. അത് കാരണം ഷോർട്ട് കട്ട് കയറുന്നതാണ്. ഞങ്ങൾ തിരികെ ഇതിൽ ഇറങ്ങാൻ പറ്റില്ല. രതീഷ് ഇങ്ങ് കയറി വാ, ഇതിലേ വാ. അമ്മോ, നെഞ്ചാനെടുക്കുന്നു. നിങ്ങളീ ഗ്യാപ്പിൽ കൂടെ വാ, അപ്പം കയറാം. അമ്പോ, അടിപൊളി. ശരിക്കും ഇപ്പോൾ ഉള്ളതുണ്ട് കയറി വരാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം. ഇത് കണ്ടോ, ഇത്രയും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രതീഷത്തെ ആ ഭാഗത്തൂടെ കയറുന്നു, ഇവരുടെ ഇതിലാണ് കയറി വരുന്നു. വെളിച്ചമുണ്ട് ഈ ഭാഗത്ത്, എന്നാലും പെട്ടെന്ന് സൺസെറ്റ് ആവും. ടയേർഡായി. സത്യം പറഞ്ഞാൽ ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഒരു ഹെവി പണി കിട്ടി കേട്ടോ. ഒരു മലയിൽ സ്റ്റക്കായി, ഒരു കുത്തനെയുള്ള പാറയില്ലേ. ഷൂ ഒക്കെ ഊരി കൈ പിടിച്ചിരിക്കുക. ഞാൻ വിചാരിച്ചത് അവിടെ പോയി കുടുങ്ങി. കാരണം രതീശൻ കയറിപ്പോയി. ഞാൻ പേടിച്ചത് കാരണം മറ്റേ പുറകെ വന്ന രണ്ടുപേരും അവരും പേടിച്ചു. പിന്നെ ഞാനിപ്പോൾ ചെരുപ്പില്ല നടക്കുക. ഹൊമ്പു ഹെവി ആയിരുന്നു. ഷോർട്ട് കട്ട് നോക്കിയതാ. സൺസെറ്റ് ആവാറേ, ഇനി ഷൂ മുകളിൽ പോയിട്ടിടാം. ഞാൻ നടക്കുന്നു. സ്ഥിരം കയറുന്ന വഴിയല്ലായിരുന്നു. ഞാൻ എളുപ്പത്തിന് കുത്തനെ കയറി വന്നു നോക്കിയതാ. ഇത്രത്തോളം എനിക്കിത് പറയാൻ പോലും വരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് പേടിച്ചു പോയി. അള്ളി പിടിച്ച് എങ്ങനെയൊക്കെ കയറി. ശരിക്കും ബാക്ക് പാക്കിന് വെയിറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ഥലത്ത് എത്തില്ല. ഉണ്ട്, കുത്തനെ താഴ്ന്ന കയറി വന്നത്. ഇനിയുണ്ട്, തീർന്നില്ല. അതെ, സൺസെറ്റ് ആവാറായെന്ന് തോന്നുന്നു. നല്ല കളേഴ്സ് കാണാം, സൂര്യനെ കണ്ടുകൂടാ. ഓക്കെ, ഞാൻ പൊക്കോട്ടെ നടന്ന്. അങ്ങനെ ടോപ്പ് എത്തിയത്. ചുവന്ന സൂര്യൻ കണ്ടോ? ഇതിനായിട്ട് ഞങ്ങൾ കയറി വന്നത്. അടിപൊളി. എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ വിചാരിച്ച് അവിടെ സ്റ്റക്കായി പണി പാളും.
ഇവിടെ ഒരു കരിങ്കല്ലുണ്ടാക്കിയ ഒരു നിർമ്മിതിയില്ലേ, അതേ കാണാം. അവിടെ എൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട്. ഭയങ്കര സന്തോഷം ശരിക്കും ടോപ്പിലെത്തിയപ്പോൾ. നമ്മൾ ഒരുപാട് വ്യൂ പോയിൻറ്റ്സൊക്കെ മിസ് ചെയ്തെങ്കിലും ഇവിടെ എത്തിയില്ലേ. ഓ അടിപൊളി. സൂപ്പറല്ലേ? എന്താ വൈബ് വൈകുന്നേരത്തെ ഉണ്ടോ സൺ. ഞങ്ങൾ താഴെ മാമ്പഴത്തുള്ള ഡാം കാണും. അവിടെ നിന്ന് ഇപ്പോൾ സഫീർ വിളിച്ചിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ചെയ്തില്ലേ ഞങ്ങളിത് വഴി കയറിയപ്പോൾ. ഓക്കെ, ഇത് ഇവിടുത്തെ കോറി അടുത്ത് കാണാം. സൂര്യൻ തന്നെയാണ് ഹൈലൈറ്റ്. അവർ ഇനി ഒരാൾ കയറി വരാനുണ്ട്. എൻ്റെ പുറകിൽ സൂര്യൻ അങ്ങ് അസ്തമിച്ചു കേട്ടോ. വളരെ പെട്ടെന്നായിരുന്നു, നമ്മൾ കൃത്യസമയത്ത് എത്തി. അങ്ങനെ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ക്രിസ്മസിൻ്റെ തലേ ദിവസം നല്ലൊരു സൺസെറ്റ് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു. ശരിക്കും ഇന്നലെ വരേണ്ടതായിരുന്നു കേട്ടോ. ഇന്നലെ വന്നിട്ട് സൺസെറ്റും കണ്ട് ഇന്ന് രാവിലെ സൺറൈസ് കണ്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി കുറേ സമയം ദിവസം വരാം. ഞങ്ങളുടെ നാട്ടിലെ മല തന്നെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട് ഇവിടെ വരാം. അപ്പുറത്ത് ഓപ്പോസിറ്റ് മലയിൽ ഞങ്ങളുടെ ഫ്രണ്ട് താമസിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ നല്ല വേഗത്തിൽ ഇറങ്ങുന്നു. അതുപോലെ ഇതിൽ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അതൊന്നും നമ്മൾ ഇന്നത്തെ യാത്രയിൽ കവർ ചെയ്തിട്ടില്ല. അതിനി ഒരു ദിവസം രാവിലെ വന്നിട്ട് ഒരു ഫുൾ ഡേ ട്രക്ക് ഇവിടെ വയ്ക്കും ഞങ്ങൾ. അപ്പോൾ കുറേ കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞാനിപ്പോൾ നടന്നു പോകുന്ന സ്ഥലം ഞാൻ ഇനി ക്യാമറ തിരിക്കുന്നില്ല. അതായത് എൻ്റെ ബാക്ക് കണ്ടോ, ഒരു വലിയ ഗർത്തമൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. കണ്ടോ മൊത്തം ഇങ്ങനെ ഇരുട്ടാവാറായി. അപ്പോൾ എത്രയും വേഗം അമ്പലത്തിൻ്റെ അവിടെയെങ്കിലും എത്തണം, ആ ഒരു ഇരുട്ട് വീഴുന്നതിന് മുന്നേ. പിന്നെ കുഴപ്പമില്ല. ഓക്കെ എന്നാൽ ബൈ ബൈ.